പറ മോനെ. ഇവ അന്നൊരു ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, അന്നൊരു ദിവസം ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു കോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കഥ പറയാം, സിനിമ ആക്കണം എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് ഓർമ്മ ഉണ്ടാവും. അത് ഇവനാണ്. അപ്പൊ ഇവര് കഥ പറയാം. എന്താ സംഭവം? കഥ ഇപ്പൊ പറയുന്നുണ്ടോ അതോ കഥ ഇപ്പൊ പറയാം? നമുക്ക് അതിന്റെ ഞാനൊരു പ്ലോട്ട് ഞാൻ പറയാം. കാരണം കഥ പറഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരു പ്ലോട്ട് പറയാം. നിന്റേത് കുറച്ച് ടൈമേ ഉള്ളൂ. എത്ര ടൈം കൊടുക്കാം കഥ പറയാൻ? 10 മിനിറ്റ്. 10 മിനിറ്റിൽ പറഞ്ഞു തീർക്കാം. നോക്കാം. 5 മിനിറ്റിൽ കഥ പറഞ്ഞോ. ഓക്കെ വാ. എന്താ സംഭവം? എന്താ നീ നിന്റെ കാര്യം പറ ആദ്യം. നീ ഡയറക്ടർ എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് റൈറ്ററോ? റൈറ്റർ. ഇത് എനിക്ക് എങ്ങനെ എഴുതട്ടെ ഓക്കെയാണ്. അപ്പൊ ഞാൻ ഈ MRS ഗാങ്ങിന്റെ 3 മാസം ഞാൻ ഇതിന്റെ പുറകെ അടക്കണത് സ്റ്റോറിയുടെ. അപ്പൊ എനിക്ക് പണ്ടത്തെ ഈ റീൽസും ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സംഭവത്തില് ഈ ഒരു ഐഡിയ പൊങ്ങണത്. അപ്പൊ ഈ MRS ഗാങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ തന്നെ കത്തിക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായ? നിങ്ങൾ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കത്തിക്കുന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഏറിക്കേറ്റല്ല. കുറച്ച് ഇങ്ങോട്ട് ഇരിക്കും, ക്യാമറ കാണുന്നില്ല. ഏറിക്കേറ്റല്ല, ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ എല്ലാത്തിലും കാണുന്ന സംഭവം തന്നെ പറയണത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ നല്ലൊരു ഐഡിയ എന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ വന്നതാണ്. കാരണം നമുക്ക് ഈ MRS ഗാങ് ഒരു എന്തുകൊണ്ട് ഇവരെ വെച്ച് സ്റ്റോറി എഴുതിക്കൂടാന്നൊരു സിനിമയാക്കാൻ ആ ഒരു ഐഡിയയിലാണ് ഞാൻ തുടങ്ങിയത് തന്നെ, സത്യം പറയാലോ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി ഇത് വർക്ക് ഈ ഐഡിയ ഇങ്ങനെ വർക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു കലക്കൻ ഒരു സംഭവത്തിലേക്ക് ഞാൻ എത്തി. നീ സീരിയസ് ആയിട്ട് പറയുന്നല്ലേ? നീ അന്ന് കോൾ ചെയ്തപ്പോ ഞാൻ ഒരു തമാശ എന്നുള്ള ലെവലിലാണ് ഞാൻ ഇത് എടുത്തത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ തമാശ അല്ലെന്ന്. ഞാൻ തമാശയാണ്, സത്യം ഒട്ടും തമാശ എനിക്ക് നിങ്ങളുടെ നമ്മള് ഒരു സിനിമ ആക്കാൻ നമുക്ക് എന്താ സിനിമ ആക്കാനുള്ള എന്താ നമുക്ക് കഥ ഉള്ളത്? അത് ആ കഥ നിങ്ങളടുത്ത് ഞാൻ പറയും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കഥ പറ. കഥ മൊത്തം പറയാനുള്ള കാര്യം. അപ്പൊ ഞാൻ ഒരു കാര്യം മൊത്തത്തിൽ പ്ലോട്ട് ഞാൻ പറയാ. സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറി MRS ഗാങ്ങിനെ കുറിച്ച് ഒരു സ്റ്റോറി എഴുതണേ തന്നെ നമുക്ക് അതിൽ MRS ഗാങ് എങ്ങനെ ഉണ്ടായെന്ന് പറയാണ്ട് ഒന്നും തുടങ്ങാൻ പറ്റില്ല. MRS ഗാങ് എങ്ങനെ ഉണ്ടായെന്ന് പറയണമെങ്കിൽ മിസ്റ്റർ നിഹാദ് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ പുള്ളി അനുഭവിച്ച കുറച്ച് സംഭവങ്ങളും കുറച്ച് കാര്യങ്ങളും ഇൻസിഡൻസ് ഒക്കെ വെച്ച് നമ്മൾ ചെറിയൊരു ഇൻട്രോ വെച്ച് കൊടുക്കുന്നു. നായകൻ ഞാനാ പിന്നെ MRS അപ്പൊ ഇതില് നിങ്ങളെ എല്ലാ ക്യാരക്ടേഴ്സും MRSലുള്ള എല്ലാവർക്കും ഒരു 5 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. കുറച്ച് നേരം ആഡ് ചെയ്യണ്ട, നിങ്ങൾക്ക് ചോദിച്ചിട്ട് ചെയ്യണം. അതല്ല നമ്മുടെ എഴുതിയത് ബാഗിലാണ്. നോക്കട്ടെ. ഇതെന്താ സംഭവം? നമ്മളെ വെച്ചെല്ലാരും സിനിമ എടുക്കുവോ? കാര്യം ഇവൻ തമാശ ആക്കുന്ന ബ്രോ, സീരിയസ് അല്ലേ ഇത്? ഞാൻ തമാശ പറഞ്ഞല്ലെന്നേ, ആളെ ഇതാക്കുന്നല്ലോ, ആക്കാൻ വരുന്നല്ലോ. കാര്യല്ലേ ഇത്? അങ്ങനെ എനിക്ക് ഇത്രയും പേരും വേണ്ടി ഇതൊക്കെ പറ, കാണിക്കാം. ഇത് ത്രെഡാണ്, ത്രെഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്രയും അത് വായിക്കില്ലാത്തത് മൊത്തം ഇത് തമാശയാണെങ്കിൽ എനിക്ക് ഇത്ര എഴുതിയ ചെറിയ ത്രെഡ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇത് ചെറു ത്രെഡ് മാത്രം, ഒരു 5 മിനിറ്റ് പറഞ്ഞു തീർക്കാൻ പറ്റിയ വെറും ത്രെഡ് മാത്രമാണ് ഇത്. ഇതിന് സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതാന്നുള്ളൂ. അടിപൊളിയായിട്ട് ഞാൻ എഴുതും. ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിച്ചോണ്ട് ഓൺലൈൻ വഴിയായിട്ട് പഠിച്ചോണ്ട് ഇപ്പൊ അഡ്മിഷൻ എന്റെ സ്ഥലം ഇവിടെ അടുത്താണ്. നമ്മളെ കഥ സിനിമ ആക്കാൻ പോവാന്ന്. കഥ അല്ല, ഇത് ജസ്റ്റ് പ്ലോട്ട് മാത്രമാണ്. പക്ഷെ നമ്മളെ കഥ സിനിമ അത് ഒരുമാതിരി ആയില്ലേ? ഒരിക്കലും അല്ല. ഇതില് അല്ലടാ മിനിമം നമ്മ ഇപ്പൊ ഗ്യാങ് ഫോം ചെയ്തിട്ട് ആകെ 3 മാസമായിട്ടുള്ളൂ. 3 മാസം ആയിട്ടില്ല, 3-4 മാസം. ഒരു 4-5 കൊല്ലം ഇങ്ങനെ മീൻസ് കൊറേ കാലം കഴിഞ്ഞിട്ടല്ലേ സിനിമയെല്ലാം ഇറക്കേണ്ടത്. ഞാനതല്ല പറഞ്ഞത്, മനസ്സിലായി? ഇതിപ്പോ ഞാൻ നിങ്ങളുടെ എല്ലാവരും കഥ കേട്ടി ഓക്കെ പറഞ്ഞാൽ തന്നെ ഇതൊരു സ്ക്രിപ്റ്റ് എഴുതി എനിക്ക് ഏകദേശം 6 മാസം 5 മാസം എന്തായാലും വേണ്ടി വരും. പിന്നെ അത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് സമീപിക്കുന്ന ആൾക്കാർക്ക് സമീപിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് കുറച്ച് ഗ്യാപ്പൊക്കെ എടുക്കും. അപ്പൊ അതൊക്കെ വരുമ്പോ ഏകദേശം 1 വർഷം കറങ്ങി കഴിയും. ഞാനുണ്ടാവും, എല്ലാവരും ഉണ്ട്. MRS ഗാങ് പറയുമ്പോ എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ട്. WRL ഇത് നല്ല ഐഡിയ ആണോ? ചാറ്റ് പറ. എനക്ക് എന്തായാലും ഒരു സിനിമയില് നല്ല റോൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഷെരീഫ് മുഹമ്മദ് വിളിച്ചാൽ തന്നെ വല്ല പാല് കൊടുക്കാനുള്ള റോളോ അല്ലെങ്കിൽ പത്രം കൊണ്ടുപോകുന്ന റോളല്ലേ?
എന്തായാലും എനിക്ക് നല്ല റോള് കിട്ടുന്നില്ല. ഇനിയിപ്പോ ഞാൻ തന്നെ ഒരു സിനിമ ഇറക്കിയാലോ എന്നാ പിന്നെ. അല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതില് പ്രത്യേകത എന്ന് വെച്ചാൽ പക്ഷെ ഇതെന്താ ഇത് വെച്ചത് ബാംഗ്ലൂർ നൈറ്റ് സ്ട്രീറ്റ് ഇൻട്രോ വായിക്കല്ലേ പ്ലീസ്, അതെന്താ വായിക്കല്ലേ ഞാൻ പറയാം അത് സംഭവം അല്ല ഫസ്റ്റ് രണ്ടുപേരും വായിക്കാൻ പറ്റില്ല. അതിനെന്താ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ല ഫസ്റ്റത്തെ രണ്ടുപേരും വായിക്കാലോ, കുഴപ്പമുണ്ടോ? അല്ല നിനക്ക് ഒരു കുഴപ്പമുണ്ടോ വായിക്കാലോ ഫസ്റ്റത്തെ രണ്ടുപേര് മീൻസ് കഥയൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഇൻട്രോ സീൻ വായിക്കാലോ അല്ല. നിഹാദിന്റെ വണ്ടിയെ ഓക്കെ ബാംഗ്ലൂർ നൈറ്റ് സ്ട്രീറ്റ് ഇൻട്രോ. നിഹാദിന്റെ വണ്ടിയെ പിന്തുടർന്ന് 2 സൂപ്പർ മോഡിഫൈഡ് കാറുകൾ പിറകെ വരുന്ന വണ്ടിക്കെതിരെ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തുന്ന നിഹാദിന്റെ വണ്ടി. അതേസമയം തന്റെ വണ്ടിയുടെ പ്രത്യേകതകൾ കാണിച്ച് നിഹാദിന് ഇൻട്രോ നൽകുന്നു. ഓ കേൾക്കുമ്പോ തന്നെ ചാർജ് ആവുന്നത്. എന്നാ പിന്നെ ഇത് എക്സ്പ്ലോഷൻ ഞാൻ പറയാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. 2 ഭാഗത്തുനിന്ന് എക്സ്പ്ലോഷൻ വരണം. അതായത് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യൂലേ, അപ്പൊ 2 ഭാഗത്തുനിന്ന് പൊട്ടിത്തെറിക്കട്ടെ എന്തെങ്കിലും കേട്ടപ്പോ തന്നെ ചാർജായി കാര്യം. കണ്ണൂർ പുള്ളി കമ്പറിന്റെ അടുത്തുകൂടെ ഇൻട്രോ കഴിഞ്ഞ് അത് പഴയ സംഭവമാണ്. അത് ഇക്കയുടെ പഴയ സംഭവമാണ്. ഇക്ക പണ്ട് ലൈവിൽ പറയുന്ന സംഭവമാണ്. പുള്ളി കബറിന്റെ അടുത്തുകൂടി നടന്നു പോകുന്നു. ഇതല്ല പഴയ കഥ. മിണ്ടല്ലേ മൊത്തം പറയാം. ഓ നീ അപ്പൊ എന്നെ കുറിച്ച് മൊത്തം റിസർച്ച് ചെയ്ത് കൂടുതൽ എഫേർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഓക്കെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. നീ കഥ മൊത്തം പറ, നമ്മൾ ഡിസ്കസ് ചെയ്യാം അല്ലെ. അത് ഞാൻ പറയാം. ഇതില് സംഭവം ഇതിന്റെ പ്ലോട്ട് എന്ന് വെച്ചാൽ ഇതില് കുറച്ച് മെത്തേഡോ ഉദ്ദേശിച്ചത് ഇതിലെ തീമായിട്ട് കോൺസ്പിറസി തിയറി ഡാർക്ക് കോമഡി അങ്ങനത്തെ ഒരു സീമിലാണ്. ഡാർക്ക് കോമഡി എന്ന് പറയുമ്പോ ഒരു സീരിയസ് ഒരു ഡാർക്ക് കോമഡി പറഞ്ഞത് അത് അല്ല ഏതെങ്കിലും ഒരു ഡാർക്ക് കോമഡി സിറ്റുവേഷൻ പറ. ഡാർക്ക് കോമഡി എന്താ ഞാൻ പറഞ്ഞത്. ഡാർക്ക് കോമഡി വെച്ചാൽ എന്താണ് സീരിയസ് സിറ്റുവേഷൻ ഗുരുതരമായ ഒരു അവസ്ഥ ഫണ്ണായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. അത് അങ്ങനത്തെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മരണമാണോ? ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. ഇപ്പൊ ഒരു ഫോട്ടോ ആണ് ഇപ്പൊ തന്നില്ലേ. ആ ഫോട്ടോ ഇപ്പൊ രാവിലെ മമ്മൂനോട് പറയണ മമ്മു ആ ഫോട്ടോ ആണ്ടി അടിച്ചു വെക്കുന്ന പറയണേ. മമ്മു അതില് ഒരു മാലയും കൂടി ചാർജിലും എഴുതിരും കത്തിച്ച് എങ്ങനെ ഉണ്ടാവും? ചെറിയൊരു എക്സാമ്പിൾ മാത്രം. അങ്ങനെയുള്ള നല്ലൊരു ഡയറക്ടർ ബുദ്ധിയുണ്ട്. ഡയറക്ഷൻ ചെയ്യും, പക്ഷെ ഡയറക്ഷനിലേക്ക് കയറാനുള്ള പഠിപ്പായിട്ടില്ല. അത് ഞാൻ പഠിച്ചിട്ട് ഡയറക്ഷനിലേക്ക്. എന്താ ഇപ്പൊ പഠിക്കുന്ന ബ്രോ? ഇപ്പൊ ഞാൻ പ്ലസ് 2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഈ ഒരു പ്ലസ് 2 കഴിഞ്ഞ് പഠിക്കാൻ പോകണല്ലോ. താല്പര്യം സിനിമയോടാണ്. ചിരിക്കല്ലേ ഒരാളൊരു സീരിയസ് ആയി. ഓ ഇത് ഡാർക്ക് കോമഡി, ഇതാ ഡാർക്ക് കോമഡി. ഓ ഇങ്ങനെയാണ് ഡാർക്ക് കോമഡി. ഓക്കെ 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 അപ്പൊ മനസ്സിലായി. ആ പറ. അപ്പൊ ഡാർക്ക് കോമഡി മൂവിയാണിത്. ഡാർക്ക് കോമഡി പിന്നെ കൺസ്പിറസി സംഭവം മനസ്സിലായില്ലേ? കോൺസ്പിറസി തിയറി നമ്മ ഒരു മെയിൻ ഒരു വലിയ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിൽ മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും സംഭവം വെളിച്ചത്ത് കൊണ്ടുപോകുന്നതാവാം, വെളിച്ചത്ത് കൊണ്ടുവരുന്നതാകാം, എന്ത് വേണേലും ആകാം. പക്ഷെ അതൊന്നും ഞാൻ പറയാനുള്ള ഒന്നും പറയില്ല. കാരണം ഇപ്പൊ പറഞ്ഞതൊന്നും അല്ലട്ട കഥ. അതായത് ഇല്ലുമിനാറ്റി എല്ലാം പോലെ. ഇല്ലുമിനാറ്റി ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഈ സംഭവം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സംഭവം. ലൂസിഫറിലെ പോലെ. ലൂസിഫർ ഇതൊക്കെ ആയിട്ട് കമ്പയർ എന്തിനാണ്? ഇത് ഒരു പാർട്ട് ഉണ്ടോ? KGF അല്ല തമാശ. ഓക്കെ ലെറ്റ്സ് ബി സീരിയസ്. ഓക്കെ അപ്പൊ ഈ ഇതെങ്ങനെ കോൺസ്പിറസി തിയറി എന്ന് പറയുമ്പോ അല്ല അത് ഇപ്പൊ ഈ ഇല്ലുമിനാറ്റി എല്ലാം പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളല്ലേ ഈ കോൺസ്പിറസി തിയറി. അപ്പൊ ഇതുമായിട്ട് അങ്ങനെ MRG ഗ്യാങ്ങുമായിട്ട് ഇല്ലുമിനാറ്റി അങ്ങനെ ബന്ധിപ്പിക്കും? അത് ബന്ധിപ്പിക്കാൻ അതൊക്കെ ഓക്കെയാണ് ഗൈസ്. മനസ്സിലായി. MRS ഗ്യാങ് ഒന്ന് പെട്ടുപോണ സംഭവം. നിങ്ങൾ ചിരിക്കേണ്ട കാര്യം. എടാ നീ അപ്പുറത്ത് പോയാ ഞാൻ കഥ പറയുമ്പോ നീ ഇങ്ങോട്ടിരുന്ന നീ പറയടാ. നീ ഷമീർ അങ്ങോട്ട് പോയ. ഷമീർ ബാക്കിലിരിക്കും പോ. നീ പറ. ഞാൻ പറയണത് മനസ്സിലായ. ഇതില് നിങ്ങൾക്ക് അത് മൊത്തം കേൾക്കും നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ മൊത്തത്തില് ലൈവിൽ എനിക്കൊന്നും പെട്ടെന്ന് ഇതായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ അതാണ് അല്ല കഥ പറയണ്ട, പ്ലോട്ട് പറഞ്ഞാൽ മതി. പ്ലോട്ട് ലൈവിൽ പറയാലോ അല്ല ത്രെഡ് പറയാലോ. ത്രെഡ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ MRS ഗ്യാങ് നിങ്ങൾ സത്യം പറഞ്ഞ ഗ്യാങ് വണ്ടി എടുക്കണതിന് മുമ്പ് ഞാൻ എന്റെ കഥയിൽ ഒരു ഗ്യാങ് വണ്ടി എഴുതിയിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം. സത്യം കിട്ടും ശരിക്കോ? ഇവര് കാണിക്ക് പോടാ. നമ്മള് ഗ്യാങ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നീ ഗ്യാങ് വണ്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൽ ഡേറ്റ് ഉണ്ടോ?
ഇല്ല ഡേറ്റ് ഇല്ല. അപ്പൊ എങ്ങനെ മനസ്സിലാവും നീ അതിന് മുന്നേ എഴുതിയാന്നോ എഴുതിയാന്നോ? ഇത് ഞാൻ ഇത് എഴുതണതിന് മുമ്പ് ഞാൻ എന്റെ ഫ്രണ്ട്സായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ ഈ ഗ്യാങ് വണ്ടി ഈ പ്ലാൻ ഞാൻ പറഞ്ഞ ടൈമിലില്ലേ ഈ ഇത് കൊള്ളാല്ലേ ഗ്യാങ് വണ്ടി എന്നൊക്കെ പറഞ്ഞ് നിൽക്കേ ഏകദേശം ഒരാഴ്ച 5-6 ദിവസം ഒരാഴ്ച ഏകദേശം അതിന് ശേഷം നിങ്ങൾ ഗ്യാങ് വണ്ടി എടുക്കണം. അപ്പം എൻ്റെ കൂട്ടുകാർ ഇത് നീ പറഞ്ഞൊരു ഐഡിയ അല്ലേ. ഞാൻ ശരിക്കും നിങ്ങൾ ഗ്യാങ് വണ്ടിയുടെ വീടാണ്. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാനത് എഴുതിയിട്ടുണ്ട് ഞാൻ ഗ്യാങ് വണ്ടിനെ കുറിച്ച് ഇതിൽ. കാരണം ഇതിൽ ഗ്യാങ് വണ്ടി എന്നൊക്കെ പറഞ്ഞത് ഇതിലെ മെയിൻ ഗ്യാങ് വണ്ടിയൊക്കെ ഇതിൽ ആവശ്യമുണ്ട്. കാര്യം പറയാലോ ഇതേ ഇവിടെ എവിടെ എന്നിട്ട് മറ്റവനോട് ചോദിക്കുമ്പോൾ ഇത് കുറച്ച് സംഭവം വേറെ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായത്. ഞാൻ നീ ചിരിക്കുന്നതന്നെ ഞാൻ ചിരിക്കുന്നത്. വെറുതെ നീ അപ്പുറത്ത് പോയാ ഷമീറ? ഇല്ല ഞാൻ ചിരിക്കൂല. ഇമാജിനറായിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ ഇതില് എവിടെയാണ് വണ്ടി ഒന്നും മനസ്സിലാവില്ല. ഞാൻ പെട്ടെന്ന് ആ ടൈമില് ദേ ഈ സോറി മുഖത്തായ ഇവനെ കൊണ്ടാടാ ഇവനുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എല്ലാം കൊളാക്കും ഇവൻ. ഞാൻ എന്തെങ്കിലും വലിയ മീറ്റിങ്ങിനല്ല എന്നിട്ട് ഇങ്ങനെ കൊളാക്കും. സീരിയസ് മീറ്റിങ്ങിനല്ലാതെ ഞാനേ ചേട്ടനെങ്കിൽ ശരി ഞാൻ ഒന്നാനെ ലൈവിൽ വന്ന് പേടിച്ചിട്ടാണ് ഞാൻ വന്ന് നിക്കണം. അതിന്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ലൈവിലൊക്കെ വന്നത്. എന്തേലൊക്കെ തെറ്റുപറ്റിട്ടും ബാലയൊന്നും അല്ല ഇത് ഉഷാർ സാധനമാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതില് നിങ്ങൾക്ക് ഗൂസ് ബംസ് ഗൂസ് ബംസ് എന്ന് പറയാൻ പറ്റില്ല. രോമാഞ്ചിഫിക്കേഷൻ അടുപ്പിക്കാം. എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഞാൻ പറഞ്ഞ രോമാഞ്ചിഫിക്കേഷൻ ആയിട്ട് ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഓജോ ബോർഡിനെ കുറച്ച് പറഞ്ഞില്ലേ ആ സംഭവം ഇതില് പ്ലാൻ ചെയ്യാൻ അതിലൊക്കെ കുറച്ച് സംഭവം ഇതില് കുറെ ഇതായിട്ടുള്ള സംഭവം അത് നിങ്ങൾ ലൈവ് ചെയ്തു സിനിമയിൽ മനസ്സിലായി. അതിന്റെ പേര് അത് നമ്മ സീൻ എഴുതിയപ്പില്ലേ അതില് ഈ നിങ്ങളുടെ ഗ്യാങ് രോമാഞ്ച സിനിമ അല്ലേ. ഇതില് നിങ്ങൾ വെറുതെ ഒരു ഇൻസിഡന്റ് കാണിക്കണം മാത്രമല്ല ചെറിയൊരു ഫണ്ണായിട്ടുള്ള സീൻ കാണിക്കണം മാത്രം. അങ്ങനെ ഓരോ സീനുകളിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാം എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ കളിയാക്കാനാണ് ഇരുന്നുണ്ട്. റെസ്പെക്ട് നടന്നത് അവിടെ കാര്യം പറഞ്ഞ ഷമീർ ആണ് ഇവിടെ. ഷമീർ കാരണം ഷമീർ ഇവിടുന്ന് പോകണം എൻ്റെ അഭിപ്രായത്തിൽ. ഷമീർ കുറച്ച് അപ്പുറത്തായിട്ട് പോയിരിക്കും അല്ലെങ്കിൽ അപ്പുറത്തായിട്ട് പോകും. കാരണം ഇവൻ എന്ത് സീരിയസ് സിറ്റുവേഷൻ ഇവൻ കോമഡി ആക്കാൻ കൊണ്ടുവരും. കാര്യം പറയാലോ. അല്ല അത് കുഴപ്പമില്ല. അത് എനിക്കും ചിരി വന്നിട്ടുള്ള കാര്യം പറയാലേ. അത് കുഴപ്പമില്ല. അത് എനിക്ക് മനസ്സിലായി. അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഷമീർ ജോസ് പെരേര ഫുൾ പേരെന്താ? ജിനു അഗസ്റ്റിൻ. എവിടെ സ്ഥലം? എവിടെ വീട്? എവിടെ സ്ഥലം? ഇവിടെ കോട്ടപ്പുറ ആലങ്ങാട്. ഇതില് സംഭവം വെച്ചാൽ ഞാൻ പറയട്ടെ പകുതി കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ കുറച്ച് റിയൽ ഇൻസിഡൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തു. ബാക്കി ഇമാജിൻ ആയിട്ട് ബ്രോ ഞാൻ കാര്യം പറയട്ടെ. അല്ല ഞാൻ ഇത് തമാശയും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയാം. ഇത് സാധനം അടിപൊളിയാണെങ്കിൽ നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫണ്ടേഴ്സ് ഇൻവെസ്റ്റേഴ്സ് അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട. സംഭവം നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണേ മാത്രം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തോളൂ. ഇത് ബാക്കി മുന്നോട്ട് അല്ല ഇപ്പൊ പ്ലോട്ട് പറയാൻ പറ്റില്ല. പ്ലോട്ട് ഞാനിപ്പോ വേണ്ട ഇനി പ്ലോട്ട് പറഞ്ഞാൽ ചിരി വരും. അതാ അങ്ങനെ ഒരു പ്രശ്നം. കാരണം ഞാൻ ഒരു കാര്യം പറ്റും, നമുക്ക് ചിരി വരാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഇവന്റെ കേസായാലും ഇവരൊന്നും ജീവിതത്തിൽ ഒരു ഡയറക്ടറെ നേരിട്ട് കണ്ടിട്ടില്ല. മനസ്സിലായി? ഇതെല്ലാം സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരാൾ കഥ പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പം അത് കേൾക്കുമ്പോൾ ചിരി വരും. മനസ്സിലായി? അങ്ങനത്തെ ഒരു സംഭവം. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഒരു ദിവസം ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യാം. ഇരുന്ന് ഫുൾ എത്ര മണിക്കൂറാണ് കഥ ഫുള്ള് പറഞ്ഞു തീർക്കാൻ? സ്ക്രിപ്റ്റ് ആകുമ്പോഴാണ് നമുക്ക് മണിക്കൂറുകളുടെ കേസ് പറയാം. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എന്റെ കഥ ഉള്ളത് എല്ലാം ഓക്കെ ആയിട്ട് കിടപ്പുണ്ട് കഴിഞ്ഞിപ്പോ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇത് എനിക്ക് മൊത്തത്തിൽ ലൈവിൽ പറയാൻ പറ്റില്ല. പിന്നെ അത് മനസ്സിലായി. അപ്പൊ അത് അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാണ്ട് കൂടി 20 മിനിറ്റത്തെ കേസേ ഉള്ളൂ. അത് പറയാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് നമുക്ക് മണിക്കൂറത്തെ കേസ് വന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഓക്കെ പറയണ ഞാൻ അതിൽ സ്ക്രിപ്റ്റ് എഴുതി അതിൽ വർക്ക് ചെയ്ത് നമുക്ക് ഓഫ് സ്ക്രീനിൽ പറയാം. അത് നേരത്തെ പറഞ്ഞ സംഭവം ഓഫ് സ്ക്രീനിൽ. ഓക്കെ. എന്തായാലും ബ്രോ അടിപൊളിയായിട്ട് ഇത് സാധനം കംപ്ലീറ്റ് ആയി. കഥ നമ്മൾക്ക് എപ്പാ
ഒരു സെറ്റ് ആക്കാം, അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് എങ്ങനെ പിക്ക് എടുക്കണം. നീ എന്തിനാ അങ്ങനെ സീക്രട്ട് ആയിട്ട് പറയുന്നത്? അതിനെന്താ നമ്മളെ ഡയറക്ടർ അല്ലേ? പിന്നെ അതിനെന്താ പിക്ക് എടുക്കുന്നത്? അത് ഒരു കാര്യമാണ്. വില്ലനാരാ? വില്ലനൊക്കെ ഉണ്ട്. ഞാൻ വില്ലനെ നമ്മ മനസ്സിൽ ഞാൻ ഒരാളെ മനസ്സിൽ കണ്ടിട്ടാണ് എഴുതിയത്. പക്ഷെ അതൊന്നും ആലോചിക്കാൻ കൂടി പറ്റില്ല. അതല്ല നമുക്ക് അർജുന അശോകൻ എന്ന് പറഞ്ഞൊരു അർജുന അശോകൻ എന്താ? അർജുന അശോകൻ ഇവിടെ ഉണ്ടല്ലോ. അർജുന അശോകൻ അശോകേട്ടാ, അർജുന അശോകന് ഈ കണ്ണുട്ടിട്ട് അർജുന അശോകൻ നിങ്ങൾ ഉണ്ടെന്ന്. മുകളിലുണ്ട്, മൂപ്പർ മുകളിൽ റെസ്റ്റ് എടുക്കുന്നു. അർജുന അശോകൻ അയ്യോ ഒറിജിനൽ അർജുന അശോകൻ നമ്മ അയ്യോ അങ്ങനല്ലട്ടാ. ഞാനത് മനസ്സിലായി. അത് നമ്മ ഒരാളേക്ക് എടാ അർജുന അശോകൻ ഒന്നും വലിയ സീനൊന്നുമല്ല. അതെല്ലാം നമുക്ക് സെറ്റ് ആക്കാം. നീ കഥ അടിപൊളിയായിട്ട് ചെയ്യും, കംപ്ലീറ്റ് മനസ്സിലാവും. ഇനി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൂ. അർജുന അശോകൻ ഇതാ അർജുന അശോകൻ അല്ല വില്ലൻ അങ്ങനത്തെ മനസ്സിലായി. ഈ ഒരു ക്യാരക്ടർ മൈൻഡിലല്ലോടെ അർജുന അശോകന്. അല്ലല്ല ഈ ക്യാരക്ടർ ഹീറോയിൻ ഉണ്ടോ? ആക്ട്രസ് എടാ ഹീറോയിൻ ഉണ്ട് ഇതില്. ഹീറോയിൻ ഇല്ല. ഹീറോയിൻ ഇല്ലേ? അല്ല കഥ വേണ്ട, കഥ ക്യാൻസൽ, കഥ ക്യാൻസൽ. എന്തേ? അയ്യേ മൂഡ് പോയി. എടുക്കണ്ട. ഹീറോയിൻ ഇല്ലാണ്ട് സിനിമ ബ്രോ. കാര്യം പറയാം. നമുക്ക് ഒരു ഡാൻസ് ഒക്കെ ഇടയ്ക്ക് ഒരു ഹീറോയിൻ്റെ ഏതാണ്? ആരാന്ന്? ഇപ്പഴല്ല. ആരാ? നിങ്ങൾക്ക് ആരെ വേണം? സണ്ണി ലിയോൺ മതി. അങ്ങനല്ല, നീ തമാശ പറയല്ല. ഒരു ഐറ്റം ഡാൻസ് നമ്മ എല്ലാരും ഗ്യാങ്ങിലെല്ലാരും പിന്നെ ഒരു ഐറ്റം ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും. മറ്റേ ഇവളെ തന്നെ പിടിക്കാം. ആര്? പൂജ ഹെഗ്ഡെ. രശ്മിക മന്ദാന. ഓക്കെല്ലാം നല്ല പൈസ കൊടുക്കണം. നമുക്ക് വല്ല റേനു സുദ്ധിയ അല്ല അത് വേണ്ട, അങ്ങനെയല്ല. നമുക്ക് ഏതെങ്കിലും ലോ അടിച്ചിട്ട് ആരെങ്കിലും നോക്കിക്കൂടെ. പൂജ അടിച്ചേക്കെല്ലാം കോടികൾ കൊടുക്കണം മോനെ. രശ്മികക്കും മിനിമം ഒരു 2 കോടി കൊടുക്കണം. 2 കോടി ബാക്കിയാ 8 കോടി 9 കോടിയൊക്കെ ഉണ്ട്. അനശ്വര. മലയാളത്തിൽ ആരെങ്കിലും പിടിക്കാം. ആരാ ഒരു നിനക്കാരാണ് പറയാനുള്ളത്? മലയാളത്തിലാണെങ്കിൽ ഒരാളെ പറയാൻ പറഞ്ഞാല് സാനിയപ്പൻ വരുമോ? പൈസ കൊടുത്താ വരും. പിന്നെ നല്ല സ്ക്രിപ്റ്റും നല്ല പൈസയും കൊടുത്താ എന്തായാലും വരും. സാനിയപ്പൻ നിങ്ങ പറഞ്ഞ പോലെയാണ് ഞാൻ പറഞ്ഞു. നിങ്ങളെ നമ്മള് വിളിച്ചാ വരുമോന്ന് ചോദിച്ചാ സംശയ. പക്ഷെ പൈസ വിളിച്ചാ എന്ത് വരാണ്ട്? എടാ നമ്മളങ്ങനെ വിളിച്ചാ എല്ലാരും അങ്ങനെ ഓടി വരൂല. നേരത്തെ പ്രിയ വാര്യർ മെസ്സേജിന് റിപ്ലൈ തന്നില്ല. പ്രിയ വാര്യർ പോലെ തന്നെയാണ് സാനിയപ്പൻ. രണ്ടാളും ഒരേ റേഞ്ചാ. ഈ സാനിയപ്പനും പ്രിയ വാര്യരും ഏകദേശം ഒരേ ഇതാ. ഇവര് നടിയായിട്ട് അഭിനയിക്കോ അല്ലെങ്കിൽ ഇതാ ഐറ്റം ഡാൻസ്? മമിത ബൈജു. അത് നോക്കണ്ട. മമിത ബൈജു എല്ലാം റേഞ്ച് മാറി. ഇപ്പൊ വിജയിന്റെ കൂടെ അടുത്ത പടം ചെയ്യുന്നത് അതൊന്നും നടക്കൂല. മിക്കവാറും ലാസ്റ്റ് നമ്മള് മറ്റേ പെണ്ണുങ്ങളെ വെച്ച് ചെയ്യേണ്ടി വരും. ആര്? അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ടി വരും. അതിലും നല്ലത് അലിൻ ജോസിനെ പെൺവേഷം കെട്ടിക്കുന്നല്ലേ. എടാ നീ പെൺവേഷം കെട്ടിയാ മതി. ഞാൻ ഇത് ആലോചിക്കാന്ന് എന്ത് പറഞ്ഞാലും എന്റെ തലക്ക് കയറും. ഹണി റോസിനെ കിട്ടോ? ഞാനേ നായികയായിട്ട് കിട്ടുമായിരിക്കും. ലാസ്റ്റ് ജാസി ഫാസി ഒന്നുമില്ല. ആരോ നീ കഥലും പറഞ്ഞല്ലേ എന്നെ എണീച്ച പോയെ. പാർവതി. മതി എന്താ വെയിറ്റ് ചെയ്യാം. കഥ പറഞ്ഞു തീർക്കണം. എനിക്ക് ഫോട്ടോ എടുക്കണം അല്ലേ? ഓക്കെ. അപ്പം എടാ ഇവന് നല്ലൊരു സ്ഥലം കൊടുക്കാം. എന്റെ റൂമിൽ ഇരിക്കുന്നോ? മുകളിലിരുന്നോ? റൂം എടുത്തോ? അവിടെ ഇരുന്നോ സോഫയില്. എടാ ഓരെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക്. വെള്ളോ ഫുഡോ? എടാ കഴിച്ചാ നീ? ഫുഡ് കഴിച്ചാ? ഇതാ പുട്ടും ഉണ്ട്. കഴിച്ചോടാ.